SIR-ൽ BLOമാരുടെ ജോലി സമ്മർദ്ദം ഏറ്റുന്ന നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 5 ദിവസത്തിനകം എന്യൂമറേഷൻ ഫോമുകൾ തിരികെ സ്വീകരിക്കണമെന്ന്, ഈ മാസം 26-നകം ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കണമെന്നൊക്കെയാണ് ജില്ലാ കളക്ടർമാർ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് EROമാർക്ക് നൽകിയ സർക്കുലറിലുള്ളത്. ആളില്ലാത്ത സ്ഥലങ്ങളിലും എന്യൂമറേഷൻ ഫോം നൽകിയതായി കാണിക്കണമെന്ന് BLOമാർക്ക് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ നൽകിയ നിർദ്ദേശത്തിന്റെ ഓഡിയോ പുറത്തു വന്നു. ഇപ്പോൾ ERO തന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള എല്ലാ ഫോംസിൻ്റെയും QR കോഡ് സ്കാൻ ചെയ്യാനാണ് പറയുന്നത്. എങ്കിലേ എണ്ണം തീരുള്ളൂ എന്ന്, അല്ലെങ്കിൽ തീരൂല. എന്തായാലും എല്ലാ ഫോമും സ്കാൻ ചെയ്യണം. കാരണം അതായത് കൊടുക്കാൻ പറ്റാത്തതിന് 2 ഫോമും നമ്മുടെ കയ്യിലുണ്ടാവും, കൊടുത്തതിന് ഒറ്റ ഫോമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും സ്കാൻ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം സ്കാൻ ചെയ്താൽ എണ്ണം അങ്ങ് കയറിപ്പോവും. അപ്പോൾ കുറേ കിടന്ന് പണിയെടുക്കണ്ട, പിന്നീട് നമുക്ക് വിതരണം ചെയ്യാം. തൽക്കാലം ഇതെല്ലാം സ്കാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ. രാവിലെ ഒരു BLO അത് പറഞ്ഞതേ ഉള്ളൂ അല്ലേ, എല്ലാം സ്കാൻ ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം നമ്മളുടെ തന്നെ അവരിങ്ങോട്ട് വിളിച്ച് പറഞ്ഞു എല്ലാം സ്കാൻ ചെയ്തോളാൻ. കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ. അപ്പോൾ മേലുദ്യോഗസ്ഥരുടെ കർശന നിർദ്ദേശത്തിന് പിന്നാലെ ടാർഗറ്റ് തേക്കാനായി നെട്ടോട്ടം ഓടുകയാണ് BLOമാർ. ആ സമ്മർദ്ദം വെളിവാക്കുന്ന ശബ്ദ സംഭാഷണത്തിലേക്ക്. ഈ വത്സമ്മയുടെ വീടല്ലേ? അല്ല, വത്സമ്മയുടെ വീടല്ല ചേച്ചി. ഒന്നും സഹകരിക്കണേ, ഇതൊന്നും മേടിക്കാൻ പറ്റത്തില്ല. ഈ 9 മണിക്കൊക്കെ വന്നാൽ ഇവിടെ ഒന്നും സഹകരണം ഒന്നും നടക്കത്തില്ല. പൊക്കോ, നാളെ രാവിലെ വന്നാൽ നോക്കാം. അല്ല, എനിക്ക് ഇത് നാളെ അങ്ങോട്ട് കല്ലുമേട് പോകാനുള്ളതാണ്. നിർബന്ധം, ഞങ്ങൾക്ക് താല്പര്യമില്ല. അല്ല, നിങ്ങളുടെ കയ്യെ കൊടുക്കാം. അത് നിങ്ങൾ വലിയ പ്രശ്നം ഉണ്ടാക്കണ്ട, പോയിക്കോ കേട്ടോ. ഞാൻ തന്നിട്ട് പോകാൻ വന്നതല്ലേ ഉള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ തരണ്ടാന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലോ ഈ പാതിരാത്രിക്ക് വന്നിട്ട്. എന്താ അല്ലേ? അതിനിടെ SIR നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും KPCCയും സുപ്രീം കോടതിയെ സമീപിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ, അലക്സ് റാം മുഹമ്മദ്, R. അച്യുതൻ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങൾ വച്ചിരുന്നു. ആദ്യം ഉമേഷ്, എനിക്ക് ആദ്യമായി EROയുടെ ശബ്ദ സന്ദേശത്തിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അൺകളക്റ്റഡിൽ ഡെത്ത്, ഷിഫ്റ്റ്, ആബ്സെന്റ് ഓപ്ഷൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അതിന്റെ മലയാളം എന്താണ്? ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഒരു വീട്ടിൽ പോയി കിട്ടുന്നില്ല, ഒന്നുകൂടെ പോയി അത് വീട്ടുകാരില്ലെങ്കിൽ അവർ ആബ്സെന്റ് ആണ് അല്ലെങ്കിൽ ഡെത്തായി എന്ന് അടിച്ചു കൊടുക്കാനാണ് പറയുന്നത്. കള്ളത്തരം കാണിക്കാൻ വേണ്ടി പറയുക ഉമേഷ്. തീർച്ചയായും ഇത് നമ്മളിപ്പോൾ കാണുന്ന സ്ക്രീൻഷോട്ടും ആ ഓഡിയോയും ഒരു BLOമാരുടെ ഗ്രൂപ്പിലേക്ക് വന്ന ഓഡിയോയും സ്ക്രീൻഷോട്ടുമാണ്. അത് പ്രകാരം സാധാരണ എന്തിനാണ് SIR നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർഹരായവർക്ക് എല്ലാവർക്കും വോട്ടർ പട്ടികയിൽ ഇടം നേടണം, 1, 2 അനർഹരെല്ലാം ഒഴിവാക്കണം. പക്ഷേ ആ ലക്ഷ്യങ്ങളൊന്നും പ്രാവർത്തികമാകാത്ത രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എത്രയും വേഗത്തിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കേരളമാണ് മുന്നിൽ, അല്ലെങ്കിൽ കേരളം വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് താഴെത്തട്ടിൽ BLOമാർക്ക് നൽകുന്നത്. അല്ലാതെ വോട്ടർമാരോടുള്ള ഒരു പ്രതിബദ്ധതയും ഇതിലില്ല എന്നാണ് ഈ ഓഡിയോയിൽ നിന്നും ഈ സ്ക്രീൻഷോട്ടിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ തുടക്കത്തിൽ തന്നെ, അതായത് നിങ്ങൾ BLOമാർ ആദ്യം വീട്ടിലിരുന്ന് എല്ലാവർക്കും ഈ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തതായി കാണിച്ചുകൊണ്ട് ആദ്യം സ്കാൻ ചെയ്ത് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യണം. അതിനുശേഷം സമയം കിട്ടുന്നതിനനുസരിച്ച് വീടുകളിലെത്തി വിതരണം ചെയ്താൽ മതി. വീടുകളിലെത്തി വിതരണം ചെയ്ത ശേഷം തിരികെ കിട്ടിയില്ലെങ്കിൽ, തിരികെ പോകുമ്പോൾ അവരില്ല എങ്കിൽ, അല്ലെങ്കിൽ തിരികെ എത്തിയില്ല എങ്കിൽ നേരെ എന്ത് ചെയ്യുക? അതിൽ ആബ്സെന്റ് എന്നോ അല്ലെങ്കിൽ മരിച്ചുപോയെന്നോ സ്ഥലം മാറിപ്പോയെന്നോ രേഖപ്പെടുത്തിയാൽ മതി. എല്ലാ ഫോം വിതരണം ചെയ്തിട്ടാണ് മരിച്ചുപോയെന്നെല്ലാം രേഖപ്പെടുത്തി തിരികെ വാങ്ങാനോ അല്ലെങ്കിൽ അത് കയ്യിൽ വെക്കാനോ പറയുന്നത്. ഇത് ഔദ്യോഗികമായി തന്നെ ഒരു ഗ്രൂപ്പിലേക്ക് വരികയാണ്. സ്വാഭാവികമായി ആ മേഖലയിലുള്ള BLOമാർ അങ്ങനെ പെരുമാറാനും സാധ്യതയുള്ളൂ. ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ ഈ വോട്ടർ പട്ടികയിൽ ബീഹാറിലടക്കം നമ്മൾ കണ്ടതാണ് 60 ലക്ഷത്തിലധികം പേർ പുറത്തുപോയത്. സമാനമായ ഒരു ദുരന്തത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു പ്രതിസന്ധിയിലേക്ക് കേരളം പോകുമോ എന്ന് ആശങ്കപ്പെടുത്തുന്ന ഓഡിയോയാണ്. ഇത് EROമാരുടെ കുറ്റമാവില്ല, അവർക്കും വേണമെന്ന് വെച്ച് പറയുന്നതാവില്ല. ഇത് ഉമേഷ് നോക്കൂ, കളക്ടർക്ക് താഴെ EROയ്ക്ക് താഴെ ഈ BLO കോർഡിനേറ്റർ, താഴെ BLO, ഇങ്ങനെ ഈ പ്രഷർ ഇങ്ങനെ ഭീകരമായി താഴേക്ക് വരികയാണ്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊന്ന് പൂരിപ്പിച്ച് കൊടുത്ത് ഈ ടാർഗറ്റ് തേക്കുക എന്ന കടുത്ത ശാസനം മുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി വീട്ടിൽ പോയി ആളില്ലെങ്കിൽ ആൾ ഉണ്ട് അല്ലെങ്കിൽ ആളില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടാണെങ്കിലും ഈ പണിയൊന്ന് തീർക്കുക എന്നുള്ളൊരു വ്യഗ്രത ഈ ശബ്ദത്തിലൊക്കെ കേൾക്കുന്നുണ്ട് ഉമേഷ്. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പുറത്തുവിട്ടത് ഇത്തരത്തിൽ സമ്മർദ്ദമായിരുന്നു. സമ്മർദ്ദത്തിന്റെ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും തീർത്തിട്ട് പൊയ്ക്കുള്ളൂ എന്നുള്ള ആറ്റിറ്റ്യൂഡിലുള്ള ഈ ഓഡിയോയും സന്ദേശങ്ങളും എല്ലാം പുറത്തു വരുന്നത്. അതിനുശേഷം ഇപ്പോൾ ചില ജില്ലകളിൽ, പ്രത്യേകിച്ച് മലപ്പുറം അടക്കമുള്ള ചില ജില്ലകളിൽ ടാർഗറ്റ് വീണ്ടും മാറ്റി നിശ്ചയിച്ചിരിക്കുന്നു. ആദ്യം ഇറക്കിയ ഉത്തരവ് പ്രകാരം ഡിസംബർ 4 വരെ എന്യൂമറേഷൻ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സമയമുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ചില ജില്ലകളിൽ മാത്രമാണ് ഈ നിർദ്ദേശം. ചില ജില്ലകളിൽ ടാർഗറ്റ് പൂർണ്ണമായി മാറ്റി വളരെ വേഗത്തിൽ പൂർത്തിയാക്കി ഈ നടപടികൾ അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങളിൽ നിന്ന് തലയൂരാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു
ആരംഭിച്ചിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് കേരളത്തിൽ, പ്രത്യേകിച്ച് നമ്മൾ ഈ 12 സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പിന്നിൽ എന്യൂമറേഷൻ ഫോം വിതരണത്തിൽ കേരളമായിരുന്നു. അത് വേഗത്തിലാക്കാനാണ് കഴിഞ്ഞ ഒരാഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 4-5 ദിവസമായി വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഈ BLOമാർക്ക് മേലിൽ വന്നത്. എന്തായാലും അതിൻ്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ BLO ഫോം തിരിച്ചു വാങ്ങുന്നതിന് അതും ലാഘവത്തോടെ എടുത്താൽ മതി എന്നുള്ള ഒരു സന്ദേശം പറയാതെ പറയുകയാണ്. എന്തായാലും പുതിയ ടാർഗറ്റ് പ്രകാരം, അത് എല്ലാ ജില്ലകൾക്കുമില്ല എങ്കിലും പുതിയ ടാർഗറ്റ് പ്രകാരം ഇന്ന് നാളെ മറ്റന്നാൾ ദിവസങ്ങളിൽ കൊണ്ട് പൂർണ്ണമായി എന്യൂമറേഷൻ ഫോം തിരികെ വാങ്ങണം. എന്യൂമറേഷൻ ഫോം തിരികെ സ്വീകരിച്ചു കഴിഞ്ഞാൽ 26-ന് ഈ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കണം. ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ BLOയും ബൂത്ത് ലെവൽ ഏജന്റ് എപ്പോഴും ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ മറ്റോ ആയിരിക്കും. ബൂത്ത് ലെവൽ ഏജന്റും കയറി യോഗം ചേർന്ന് 27-28 ദിവസങ്ങളിൽ യോഗം ചേരണം. 27-28 ദിവസങ്ങളിൽ യോഗം ചേർന്ന് മരിച്ചവർ, സ്ഥലം മാറിപ്പോയവർ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ലാരിറ്റി വരുത്തണം. 29-ാം തീയതി പട്ടിക ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് BLOമാർ കൈമാറുകയും വേണം. അതായത് 4-ാം തീയതിയാണ് ഈ ഡേറ്റ് പറഞ്ഞതെങ്കിൽ അതിന് എത്രയോ ദിവസം മുൻപ്, ഒരാഴ്ച മുൻപ് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നുള്ള സമ്മർദ്ദമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ രീതിയിൽ വളരെ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഈ തലയൂരുക അല്ലെങ്കിൽ ഒരു പ്രതിബദ്ധതയൊന്നും ഇല്ലാതെ വളരെ വേഗത്തിൽ ഈ വോട്ടർ പട്ടിക ശുദ്ധീകരണം എന്നുള്ള നടപടിക്രമം ഒഴിവാക്കി വിടുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാനും. ഹഷ്മി, അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, ഇന്നലെ നമ്മുടെ എൻകൗണ്ടർ ചർച്ചയിൽ വന്ന BJP പ്രതിനിധി ശ്രീ ജിതിൻ ദേവ് ഏതോ ഒരു BLO പറയുന്നുണ്ട്. ആ BLO അദ്ദേഹത്തോട് പറഞ്ഞത് ഇത്തരത്തിൽ യാതൊരു സമ്മർദ്ദവുമില്ല, വളരെ കൂളായി, വളരെ ശാന്തമായി, വളരെ ഹാപ്പിയായി അദ്ദേഹത്തിന് പണിയെടുക്കാൻ പറ്റുന്നു, എന്തുകൊണ്ടാണ് ഈ ടെൻഷൻ എന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്കറിയില്ല, നമ്മൾ സംസാരിക്കുന്ന BLOമാരൊക്കെ കടുത്ത മാനസിക വിഷമത്തിന്റെയും കടുത്ത പണിയുടെയും നെട്ടോട്ടത്തിന്റെയും കാര്യമൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.